എവ്രിവൺ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. പരിണാമത്തിൻ്റെ വഴികൾ. 10th ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള +2 ലെവൽ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 2 വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ മുകളിലെ ഐ ബട്ടണിലോ കൊടുക്കാം. പരിണാമത്തിൻ്റെ വഴികൾ, അതാണ് ചാപ്റ്ററിൻ്റെ നെയിം. ആദ്യം തന്നെ ഒരു കേസ് സ്റ്റഡിയാണ്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ വരുന്ന സൂപ്പർ ബഗുകൾ എന്നുള്ളൊരു ബോക്സാണ്. എന്താണ് സൂപ്പർ ബഗുകൾ? ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷി കൈവരിച്ച ബാക്ടീരിയകളെയാണ് നമ്മൾ സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നത്. മ്യൂട്ടേഷനിലൂടെ രൂപപ്പെട്ട ഈ പ്രതിരോധശേഷി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം. കാലക്രമേണ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളുടെ അനുപാതം വർദ്ധിക്കുകയും മറ്റനവധി മ്യൂട്ടേഷനുകളിലൂടെ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷി കൈവരികയും ചെയ്യുന്നു. ഇത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഇനങ്ങളുടെ അഥവാ സൂപ്പർ ബഗുകളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മ്യൂട്ടേഷനിലൂടെ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷി കൈവരിച്ച ബാക്ടീരിയകളുടെ ഇനങ്ങളെയാണ് സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പരിണാമത്തിലേക്ക് നയിക്കുന്ന, പരിണാമം എന്ന കാര്യം എങ്ങനെ ഉണ്ടായി എന്ന സ്റ്റഡിയിലേക്ക് നയിക്കുന്ന ഒരു തെളിവാണ്. ബാക്ടീരിയകൾ എങ്ങനെ പ്രതിരോധശേഷി കൈവരിച്ച് പുതിയ പുതിയ ഇനങ്ങൾ ഉണ്ടായി എന്നതുപോലെ തന്നെ ആവാം മനുഷ്യരും മറ്റു മൃഗങ്ങളും അവരുടെ പൂർവികരും ഒക്കെ ഉണ്ടായത് എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ലാമാർക്കിസം എന്നൊരു ഹെഡിങ് ആണ് അടുത്ത് പറയുന്നത്. സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം. എന്താണ് ലാമാർക്കിസം? സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം. ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ആദ്യകാല ചർച്ചകൾക്ക് തുടക്കമിട്ട ഫ്രഞ്ച് ജീവശാസ്ത്രകാരനാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലാമാർക്കിസം എന്നറിയപ്പെടുന്നു. ഇദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. പണ്ടുണ്ടായിരുന്നത് ആ മാനിനെ പോലെയുള്ള ജിറാഫുകളായിരുന്നു. പക്ഷേ പിന്നീട് ഗ്രൗണ്ട് ലെവലിലുള്ള ഭക്ഷണമൊക്കെ തീർന്നു പോയപ്പോൾ എന്ത് ചെയ്തു? ചില കഴുത്ത് നീണ്ട ഇനങ്ങൾ അതിജീവിക്കാൻ തുടങ്ങി. കഴുത്ത് നീളം കുറവുള്ളവയൊക്കെ ചത്തുപോയി. കഴുത്ത് നീണ്ടവ ഉയരത്തിലുള്ള ഇലയൊക്കെ തിന്ന് അതിനെ അതിജീവിച്ചു. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. ആർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകളുടെ ആവിർഭാവം. ഇതാണ് ലാമാർക്ക് നേരത്തെ പറഞ്ഞ സിദ്ധാന്തത്തിൻ്റെ ഒരു തെളിവായിട്ട് കാണിച്ചത്. സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം. പരിണാമശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റ് ആയിരുന്നു ചാൾസ് ഡാർവിൻ. ആധുനിക പരിണാമശാസ്ത്ര വീക്ഷണങ്ങൾക്ക് അടിത്തറയിട്ട ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ച പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അഥവാ ഡാർവിനിസമാണ്. ലാമാർക്ക്, അതുപോലെ തന്നെ ഡാർവിനിസമാണ് ഡാർവിൻ്റെ സിദ്ധാന്തം. അതിനെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നും പറയുന്നുണ്ട്. ഇനി താഴേക്ക് പോകുമ്പോൾ ചാൾസ് ഡാർവിൻ സഞ്ചരിച്ച കപ്പലാണ് HMS ബീഗിൾ. അതുപോലെ അദ്ദേഹം പഠനം നടത്തിയ കുരുവിയാണ്. അതിനെക്കുറിച്ചൊക്കെ താഴെ കൂടുതലായിട്ട് പറയുന്നുണ്ട്. 1809 ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് 22ാം വയസ്സിൽ HMS ബീഗിൾ എന്ന കപ്പൽ ഭൂപട നിർമ്മാണത്തിനായി 5 വർഷത്തെ യാത്ര ആരംഭിച്ചു. എവിടേക്കാണ്? ഗാലപ്പഗോസ് ദ്വീപുകൾക്ക്. ഗാലപ്പഗോസ് ദ്വീപുകൾ മാത്രമല്ല, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ഗാലപ്പഗോസ് ദ്വീപുകൾ തുടങ്ങിയ പ്രദേശങ്ങൾ അദ്ദേഹം പര്യവേക്ഷണം ചെയ്തു. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഗാലപ്പഗോസ് ദ്വീപ്. അദ്ദേഹം അവിടുത്തെ സസ്യങ്ങളെയും മറ്റ് ജൈവ വൈവിധ്യവും ഒക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിനെക്കുറിച്ചൊരു പ്രബന്ധം എഴുതുകയൊക്കെ ചെയ്തു. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് മാൽത്തൂസിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ജനസംഖ്യാശാസ്ത്രജ്ഞനുമായിരുന്ന തോമസ് മാൽത്തൂസ് മനുഷ്യ ജനസംഖ്യ അതിവേഗത്തിൽ വർദ്ധിക്കുമ്പോൾ ഭക്ഷ്യ ഉൽപാദനം അതിനനുസരിച്ച് വർദ്ധിക്കില്ലെന്നും ഇത് ദാരിദ്ര്യം, രോഗം, യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നും വാദിച്ചു. മാൽത്തൂസിൻ്റെ ചിന്ത ഡാർവിനെയും ഏറെ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ഡാർവിനെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് തോമസ് മാൽത്തൂസ്. അദ്ദേഹം ജനസംഖ്യാശാസ്ത്രജ്ഞനായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തെ സ്വാധീനിച്ച മറ്റൊരു സയൻറ്റിസ്റ്റാണ് ആൽഫ്രഡ് റസൽ വാലസ്. 1858 ബ്രിട്ടീഷ് പ്രകൃതിശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് റസൽ വാലസിൻ്റെ പരിണാമ പഠനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടു. ഡാർവിൻ്റെയും വാലസിൻ്റെയും പ്രബന്ധങ്ങൾ ശാസ്ത്ര സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. 1859
ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് 1859 ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെ ഡാർവിൻ തൻ്റെ ആശയങ്ങൾ വിപുലീകരിച്ച് അവതരിപ്പിച്ചു. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ അന്നത്തെ സമൂഹം എതിർത്തെങ്കിലും കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ പരിണാമ സിദ്ധാന്തത്തിന് വ്യാപകമായ സ്വീകാര്യത ലഭിച്ചു. അപ്പോൾ ഡാർവിനെ സ്വാധീനിച്ച 2 സയൻറ്റിസ്റ്റുകളാണ്, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ കുറച്ച് എവിഡൻസുകൾ ലഭിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച 2 സയൻറ്റിസ്റ്റുകളായിരുന്നു തോമസ് മാൽത്തൂസും ആൽഫ്രഡ് റസൽ വാലസും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗാലപ്പഗോസ് ദ്വീപിലെ കുരുവികളിലാണ് ചാൾസ് ഡാർവിൻ പഠനം നടത്തിയത്. കുരുവികളുടെ കൊക്കിൻ്റെ വൈവിധ്യമാണ് അദ്ദേഹത്തെ ഈ ഒരു പഠനങ്ങളിലേക്ക് നയിച്ചത്. പലതരം കുരുവികൾക്ക് പലതരം കൊക്കുകളായിരുന്നു. വിത്തുതീനി കുരുവി, കളിമുൾച്ചെടി ഭക്ഷണമാക്കുന്നവ, പൂർവിക കുരുവി, പ്രാണികളെ ഭക്ഷണമാക്കുന്നവ. ഈ പൂർവിക കുരുവിയിൽ നിന്നാണ് മറ്റ് 3 ഉപവിഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ ആ കുരുവികളുടെ ഇനങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, നമുക്ക് ആവശ്യമില്ല. നേരത്തെ നമ്മളൊരു പൂർവിക കുരുവിയെ കണ്ടല്ലോ, അതിൽ നിന്ന് മറ്റ് ഉപവിഭാഗങ്ങൾ ഉണ്ടായതിൻ്റെ കാരണങ്ങളാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. 1 അമിതോൽപാദനം, 2 വ്യതിയാനങ്ങൾ, 3 നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം, 4 അർഹതയുള്ളവരുടെ അതിജീവിക്കൽ, 5 പ്രകൃതി നിർദ്ധാരണം. ഇതൊക്കെയാണ് പുതിയ ഇനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ. അമിതോൽപാദനം എന്ന് പറയുമ്പോൾ പരിസ്ഥിതിക്ക് നിലനിർത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്താനങ്ങളെ ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് പുതിയ പുതിയ വിഭാഗങ്ങൾ ഉണ്ടായി വരുന്നു, ഉരുത്തിരിഞ്ഞു വരുന്നു. രണ്ടാമത്തെ വ്യതിയാനങ്ങൾ, വലുപ്പം, രോഗപ്രതിരോധം, വിത്തുൽപാദനം പോലുള്ള മിക്ക സവിശേഷതകളിലും ജീവികൾ പരസ്പരം വ്യത്യാസങ്ങൾ കാണിക്കും. ഈ വ്യത്യാസങ്ങൾ ജീവികൾക്ക് ഗുണകരമായോ ദോഷകരമോ ആവാം. ചില വാരിയേഷൻസുകൾ ഓരോ തലമുറയിലും ഉണ്ടാകുന്നു. അത് ഒന്നുകിൽ ഗുണകരമാവാം അല്ലെങ്കിൽ ദോഷകരമാകാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പോൾ ആ ആൻറ്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധ ശേഷി കൈവരിച്ച ബാക്ടീരിയകൾ നിലനിൽക്കും, അതിൻ്റെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കും, അവരുടെ അടുത്ത തലമുറകൾ ഉണ്ടാവും. അവർക്ക് ആ ആൻറ്റിബയോട്ടിക്കിനോട് പ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ട് തന്നെ അത് നിലനിൽക്കും. അത് ഒരു വ്യതിയാനത്തിന് ഒരു ഉദാഹരണമാണ്. അടുത്ത പോയിൻ്റാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം. ഭക്ഷണം, സ്ഥലം, ഇണകൾ തുടങ്ങിയ പരിമിതമായ വിഭവങ്ങൾ ജീവികൾ തമ്മിലുള്ള മത്സരത്തിലേക്ക് നയിക്കുന്നു. മത്സരം നടക്കുമ്പോൾ എന്താണ്, അവിടെ സ്ട്രോങ് ആയവർ നിലനിൽക്കും, വീക്കായവരൊക്കെ ചത്തുപോകും. അപ്പോൾ അതും പുതിയ വിഭാഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. അർഹതയുള്ളവരുടെ അതിജീവിക്കൽ. അനുകൂല വ്യതിയാനങ്ങളുള്ള ജീവികൾ നിലനിൽപ്പിനായുള്ള മത്സരത്തെ അതിജീവിക്കുന്നു. അവ കൂടുതൽ ഫലപ്രദമായി പ്രത്യുൽപാദനം നടത്തുകയും പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലുള്ളൊരു കാര്യം തന്നെയാണ്. ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടു വന്നത് നേരത്തെ ലാമാർക്കിസത്തിൽ പറഞ്ഞതുപോലെ അനുകൂലമായ വ്യതിയാനങ്ങളുള്ള ജീവികൾ നിലനിൽക്കുന്നു. നിലനിൽപ്പിനായുള്ള മത്സരത്തിൽ അവ അതിജീവിക്കുന്നു. അവ കൂടുതൽ ഫലപ്രദമായി പ്രത്യുൽപാദനം നടത്തുകയും പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ലാസ്റ്റ് വണ്ണാണ് പ്രകൃതി നിർദ്ധാരണം. അനുകൂല വ്യതിയാനങ്ങൾ വരും തലമുറയിലേക്ക് കൈമാറുന്നു. കൂടുതൽ വ്യതിയാനങ്ങൾ തലമുറകളായി കുമിഞ്ഞുകൂടി പരസ്പരം പ്രത്യുൽപാദന സാധ്യതയില്ലാത്ത ജീവികൾ ഉണ്ടാവുന്നു. അവ പുതിയ ജീവിവർഗമായി മാറുന്നു. ഇപ്പോൾ പക്ഷികളെ തന്നെ എടുത്തു നോക്കിയാൽ അവയ്ക്കൊക്കെ ഒരു പൊതു പൂർവികനുണ്ടാവും. ആദ്യത്തെ ഒരു തരത്തിലുള്ള പക്ഷി. അവയിൽ നിന്ന് വ്യത്യസ്ത തരം പക്ഷികൾ ഉണ്ടാവുന്നു. അവ പരസ്പരം പ്രത്യുൽപാദന സാധ്യത ഇല്ലാത്തതായി മാറുന്നു. ഒരു പ്രാവ്, കാക്ക, അവ പരസ്പരം പ്രത്യുൽപാദന സാധ്യത ഇല്ലാത്ത വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് പുതിയ ജീവിവർഗമായി മാറുന്നു. പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം എന്ന് പറഞ്ഞ ഒരു ബോക്സിനകത്ത് റോസ്മേരി, പീറ്റർ ഗ്രാൻഡ് എന്നീ പറയുന്ന 2 ശാസ്ത്രജ്ഞരുടെ എക്സ്പെരിമെൻസിനെ കുറിച്ചാണ് പറയുന്നത്, അവരുടെ പഠനങ്ങളെക്കുറിച്ച്. ഗാലപ്പഗോസിലെ കുരുവികളിൽ അവർ വീണ്ടും പഠനങ്ങളൊക്കെ നടത്തി. കൊക്കിൻ്റെ ആഴത്തെയും ബലത്തെയും സ്വാധീനിക്കുന്ന BMP4 ജീനിനെയും കൊക്കിൻ്റെ ആകൃതിയെ നിർണ്ണയിക്കുന്ന ALX1 ജീനിനെയും അവർ തിരിച്ചറിഞ്ഞു. അതുമാത്രമല്ല അതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ്, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. 2 സയൻറ്റിസ്റ്റുകളാണ്, റോസ്മേരി, പീറ്റർ ഗ്രാൻഡ്. ഇവർ 2 പേരും ഗാലപ്പഗോസിലെ കുരുവികളിൽ പഠനം നടത്തിയിട്ട് 2 ജീനുകളെ തിരിച്ചറിഞ്ഞു, BMP4ഉം ALX1ഉം. അടുത്തത് ലാമാർക്കിസത്തിൻ്റെയും ഡാർവിനിസത്തിൻ്റെയും ഒരു കമ്പാരിസൺ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ലാമാർക്കിസ് എന്ന് പറയുന്നത് ആദ്യകാല ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്താണ് ഉണ്ടായിരുന്നത്. ആഹാരം ലഭിക്കുന്നതിനായി ജിറാഫുകൾ അവയുടെ കഴുത്ത് നീട്ടാൻ തുടങ്ങി. നിരന്തരമായ ഉപയോഗത്തിലൂടെ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ രൂപപ്പെട്ടു. അപ്പോൾ പരിസ്ഥിതി ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ഇതാണ് ലാമാർക്കിസം.
ഇടത് ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ലാമാർക്കിസം, അതായത് നിരന്തരമായ ഉപയോഗത്തിലൂടെയാണ് കഴുത്തിന് നീളം കൂടി വന്നത് എന്നാണ് പറയുന്നത് ലാമാർക്കിസത്തിൽ. എന്നാൽ ഡാർവിനിസത്തിൽ എന്താ പറയുന്നത്, വ്യത്യസ്ത നീളത്തോടു കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ ഉണ്ടായി. അതിൽ ആഹാരത്തിനായുള്ള മത്സരത്തിൽ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം അതിജീവിച്ചു. കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം നിലനിൽക്കുകയും പുതിയ ജീവിവർഗമായി പരിണമിക്കുകയും ചെയ്തു. ജീവികളിലെ അനുകൂല വ്യതിയാനങ്ങളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു എന്നാണ് എന്തിൽ പറയുന്നത്, ഡാർവിനിസത്തിൽ പറയുന്നത്. ജസ്റ്റ് ആ 2 പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി, ലാമാർക്കിസം എന്താണെന്നും ഡാർവിനിസം എന്താണെന്നും. ജനറൽ PSCയേക്കാൾ ഇത് LP UP എക്സാമുകൾക്കൊക്കെയാണ് ഈ എവല്യൂഷൻ സംബന്ധിച്ച ടോപ്പുകളൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് നിയോ ഡാർവിനിസം എന്താണെന്നാണ് പറയുന്നത്. ഒരുപാട് കാലം കഴിഞ്ഞു, ഇപ്പോൾ ഡാർവിൻ്റെ കാലം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നമുക്ക് ഒരുപാട് എവിഡൻസുകൾ കിട്ടി. പാലിയൻറ്റോളജി, പോപ്പുലേഷൻ ജെനറ്റിക്സ്, പരിസ്ഥിതി ശാസ്ത്രം, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിന്നുള്ള തെളിവുകളും തുടർ പഠനങ്ങളും ഡാർവിനിസത്തോട് കൂട്ടിച്ചേർത്ത് നിയോ ഡാർവിനിസം രൂപപ്പെടുത്തിയതോടെ വിമർശനങ്ങൾക്കിടയില്ലാത്ത വിധം ഡാർവിനിസം യുക്തിഭദ്രമായി. അപ്പോൾ അതാണ് നിയോ ഡാർവിനിസം. അടുത്തത് ഒരു പരിണാമ വൃക്ഷമാണ് കൊടുത്തിരിക്കുന്നത്, എവല്യൂഷണറി ട്രീ. ഇതിനകത്തൊരു പൊതുപൂർവികനെ കാണിച്ചിരിക്കുകയാണ്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പൊതുപൂർവികൻ. പിന്നെ അതിൽ നിന്നാണ് ഇവോൾവ് ചെയ്തിട്ട് ബാക്ടീരിയ, ആർക്കിയ, യൂക്കാരിയ. ബാക്ടീരിയ ഉണ്ടായി, ആർക്കിയയ്ക്കും യൂക്കാരിയയ്ക്കും മറ്റൊരു പൊതുപൂർവികൻ. ഇവിടെ ഒരു പൊതുപൂർവികൻ ഉണ്ട്. ആർക്കിയ അങ്ങനെ ആർക്കിയ ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. യൂക്കാരിയയിൽ നിന്ന് ഒരുപാട് ഉപവിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂക്കാരിയയിൽ നിന്നും ഉണ്ടായതാണ് പ്രോട്ടിസ്റ്റ, പ്ലാന്റേ. അതുപോലെ ഇവിടെ വന്നിട്ട് ഒരു പൊതുപൂർവികനിൽ നിന്നും ഫഞ്ചേയും അനിമാലിയയും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും അത്ര നോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് ഇവിടെ പറയുന്ന ഈ ലൂക്കായും MRCAയും എന്താണെന്ന് നോക്കാം. ലൂക്ക അതവിടെ പറയുന്നുണ്ട്, ഒരു പൊതു പൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന സ്പീസിയേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയിൽ ജൈവ വൈവിധ്യം രൂപപ്പെട്ടത്. സ്പീഷീസുകളെല്ലാം അവസാനത്തെ സാർവത്രിക പൊതുപൂർവികരിൽ നിന്ന് രൂപപ്പെട്ടതായും വ്യത്യസ്ത സ്പീഷീസുകൾക്ക് ഏറ്റവും അടുത്ത പൊതുപൂർവികൻ ഉണ്ടാകാമെന്നും കണക്കാക്കപ്പെടുന്നു. ഇവിടെ 2 പോയിൻറ്റ്സാണ് പറയുന്നത്. ആദ്യം സ്പീസിയേഷൻ എന്താണെന്ന് പറഞ്ഞു, പുതിയ സ്പീഷീസുകൾ ഉണ്ടാവുന്നത്, ഒരു പൊതുപൂർവികരിൽ നിന്നും പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് സ്പീസിയേഷൻ. പിന്നെ പറയുന്നത് സ്പീഷീസുകളെല്ലാം അവസാനത്തെ സാർവത്രിക പൊതുപൂർവികരിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഏറ്റവും ആദ്യം ഉണ്ടായ സാർവത്രിക പൊതുപൂർവികൻ അവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ് സാർവത്രിക പൊതുപൂർവികൻ. ഈ സാർവത്രിക പൊതുപൂർവികരിൽ നിന്നാണ് എല്ലാ സ്പീഷീസുകളും ഉണ്ടായിരിക്കുന്നത്. അതിനെ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ ലൂക്ക എന്ന് പറയുന്നത്. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ ലൂക്ക, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ, സാർവത്രിക പൊതുപൂർവികർ. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ സ്പീഷീസുകളും ഡൈവേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് എന്താണ്, വ്യത്യസ്ത സ്പീഷീസുകൾക്ക് ഏറ്റവും അടുത്ത പൊതുപൂർവികൻ MRCA, മോസ്റ്റ് റീസെൻ്റ് കോമൺ ആൻസെസ്റ്റർ ഉണ്ടാകാമെന്നും കണക്കാക്കപ്പെടുന്നു. ഓരോ സ്പീഷീസുകൾക്കും അതിന് തൊട്ട് മുമ്പുള്ള ഒരു പൂർവികൻ ഉണ്ടാവാം. അതിനെ നമ്മൾ MRCA, മോസ്റ്റ് റീസെൻ്റ് കോമൺ ആൻസെസ്റ്റർ എന്ന് പറയുന്നു. മോസ്റ്റ് റീസെൻ്റ് കോമൺ ആൻസെസ്റ്റർ. ഇവിടെ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മോസ്റ്റ് റീസെൻ്റ് MRCA ആണ്, ഇത് MRCA ആണ്, ഇത് MRCA ആണ്, ഇതും MRCA ആണ്. മോസ്റ്റ് റീസെൻ്റ് കോമൺ ആൻസെസ്റ്റർ. ഇത് ഈ ആദ്യം കാണിച്ച ഇതെന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ MRCA ആണ്. ഇത് ആർക്കിയയുടെയും യൂക്കാരിയയുടെയും MRCA ആണ്. ഇനി പ്രോട്ടിസ്റ്റയുടെ MRCA ഇതാണ്. പ്ലാന്റയുടെയും ഇത് തന്നെയാണ്. ഫഞ്ചയുടെ അനിമാലയുടെയും MRCA എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഓരോ സ്പീഷീസിനും അതിൻ്റേതായിട്ടുള്ള MRCA ഉണ്ട്. എല്ലാ സ്പീഷീസുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു LUCAയും ഉണ്ട്. അടുത്തൊരു ബോക്സിലായിട്ട് 3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും അവ ഒറ്റ സ്പീഷീസായി തന്നെ തുടരും. ഒരു ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും അവ ഒറ്റ സ്പീഷീസായി തന്നെ തുടരും. ജീവിഗണത്തിലെ അംഗങ്ങളെ പാരിസ്ഥിതിക ഘടകങ്ങളോ മറ്റോ അതായത് പാരിസ്ഥിതിക ഘടകങ്ങൾ എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ, പ്രകൃതി നിർദ്ധാരണം, ജനിതക പുനഃസംയോജനം മുതലായവ പരസ്പരം വേർപെടുത്തിയാൽ കാലക്രമേണ നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം.
ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പ്രത്യുൽപാദനം നടത്തി പ്രത്യുൽപാദനക്ഷമമായ സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നതോടെ ഇവ വ്യത്യസ്ത സ്പീഷീസുകളായി പരിണമിക്കുന്നു. 3 പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ പൂച്ചയെ എടുത്തു കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് പൂച്ചവർഗത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും പരസ്പരം പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ആ പൂച്ച ഒറ്റ സ്പീഷീസായി തുടരുന്നു. എന്നാൽ പാരിസ്ഥിതിക ഘടകങ്ങൾ മൂലം അവയിൽ ഒരുപാട് കാലക്രമേണ നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം. ചില പൂച്ചകൾക്ക് വ്യത്യാസം വന്നിട്ട് ഒരുപാട് കാലങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുള്ള കുറച്ച് ഹൈറ്റ് കൂടിയ ഒരു മനുഷ്യൻ്റെ പകുതിയൊക്കെ വരുന്ന അത്രയും ഹൈറ്റിലുള്ള പുതിയൊരു വിഭാഗം ഉണ്ടായേക്കാം. ഇനി 3ാമത്തെ പോയിൻ്റ് എന്താ? ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പ്രത്യുൽപാദനം നടത്തി പ്രത്യുൽപാദനക്ഷമമായ സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നതോടെ ഇവ വ്യത്യസ്ത സ്പീഷീസുകളായി പരിണമിക്കുന്നു. അങ്ങനെ ആ ഹൈറ്റ് കൂടിയ പൂച്ചകൾക്ക് ഹൈറ്റ് കുറഞ്ഞ പൂച്ചകളുമായിട്ട് പ്രത്യുൽപാദനത്തിലൂടെ പുതിയ കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ആ ഹൈറ്റ് കൂടിയ പൂച്ചകൾ മാത്രം ഒരു പുതിയ സ്പീഷീസായിട്ട് മാറും. അത് പുതിയൊരു വിഭാഗമായിട്ട് തന്നെ മാറും. അടുത്ത പോയിന്റ് പരിണാമത്തിൻ്റെ തെളിവുകൾ എന്നതാണ്. പല പല പഠന വിഭാഗങ്ങളിൽ മോളിക്കുലാർ ബയോളജി, ബയോകെമിസ്ട്രി അങ്ങനെ തുടങ്ങിയ ഒരുപാട് ബ്രാഞ്ചസ് ഓഫ് സയൻസിൽ പരിണാമത്തിൻ്റെ പല തെളിവുകളുമുണ്ട്. അത്തരത്തിൽ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് മോളിക്കുലാർ ബയോളജി, തന്മാത്രാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില തെളിവുകളാണ്. അതിനിവിടെ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിലുള്ള അമിനോ ആസിഡുകളുടെ ക്രമീകരണമാണ് ഒരു തെളിവായിട്ട് എടുത്തിരിക്കുന്നത്. മനുഷ്യനിലെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളുടെ ക്രമീകരണം മറ്റു ജീവികളുമായി കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യസ്തമാണ്. ചിമ്പാൻസിയിൽ 0 വ്യത്യാസങ്ങൾ 0 ആണ്. രണ്ടും സെയിം ആണ്, മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ ഇക്കാര്യത്തിൽ. ഗൊറില്ലയിൽ 1 അമിനോ ആസിഡ് വ്യത്യാസമുണ്ട്. എലിയിലാണെങ്കിൽ 31 മനുഷ്യനുമായി കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു എവല്യൂഷണറി എവിഡൻസ് ആയിട്ട് കണക്കാക്കാം. ഈ വ്യത്യാസമൊന്നും പഠിക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതി, ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അടുത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകളാണ്. ആന്തരഘടനയിലുള്ള താരതമ്യം, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. മനുഷ്യൻ, പൂച്ച, തിമിംഗലം, വവ്വാൽ എന്നിവയുടെ കൈയിൻ്റെ സ്ട്രക്ചറാണ് ഇൻറ്റേർണൽ, ആ ബോണിൻ്റെയൊക്കെ ഒരു സിമിലാരിറ്റി വെച്ചിട്ട് ഇവയെല്ലാം ഒരു കോമൺ ആൻസെസ്ട്രിൽ നിന്ന് വന്നതാണ് എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, ആർക്കിയോപ്റ്റെറിക്സ്. എന്താണ് ആർക്കിയോപ്റ്റെറിക്സ്? ഉരകം, പക്ഷി എന്നിവയുടെ സ്വഭാവങ്ങളോട് കൂടിയ ഒരു ജീവിയാണ് ആർക്കിയോപ്റ്റെറിക്സ്. ഉരകം എന്ന് വെച്ചാൽ എഴയുന്ന ജീവികളിലെ പാമ്പിൻ്റെയൊക്കെ സവിശേഷതയും അതുപോലെ പക്ഷിയുടെ സവിശേഷത രണ്ടിൻ്റെയും ചേർന്നിട്ടില്ല. അപ്പോൾ അവയുടെ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലായിരിക്കാം ഈ ഒരു പൊതുപൂർവികൻ ഉണ്ടായത്. ഉരകത്തിൽ നിന്നും പക്ഷിയാവുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് ആയിരിക്കാം ഇത്. ഇതിനെ നമുക്കൊരു ഇടനില ഫോസിലായിട്ട് പറയാം. ഇടനില ഫോസിലുകൾ ജീവികൾ തമ്മിലുള്ള പരിണാമബന്ധം തെളിയിക്കുന്നു. അടുത്തതായിട്ട് വൈറസുകളിലെ എവല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യനെ പോലെയല്ല, ഈ വൈറസുകളൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ്, വൈറസ്, ബാക്ടീരിയയൊക്കെ. അതുകൊണ്ട് ഓരോ സെക്കൻഡിലും അതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അവയുടെ അടുത്ത തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയിൽ പരിണാമവും മ്യൂട്ടേഷനും വാരിയേഷനും ഒക്കെ കുറച്ചും കൂടി സ്പീഡിലാണ് നടക്കുന്നത്. മനുഷ്യനൊക്കെ 98-100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിലൊക്കെ പരിണാമം ഉണ്ടാകാൻ ഒരുപാട് കാലങ്ങളെടുക്കും. എന്നാൽ വൈറസുകളിൽ വളരെ പെട്ടെന്ന് തന്നെ അത് നടക്കും. മിക്ക വൈറസുകളെയും ജനിതക വസ്തു RNA ആണ്. DNA അപേക്ഷിച്ച് RNAക്ക് മ്യൂട്ടേഷനുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് RNA വൈറസുകൾ വേഗത്തിൽ പരിണമിക്കുന്നത്. വൈറസുകളുടെ പരിണാമത്തിൽ മ്യൂട്ടേഷനുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ചില മ്യൂട്ടേഷനുകൾ എന്താണ്, വൈറസുകൾക്ക് ആതിഥേയ കോശത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാനോ ആൻറ്റിവൈറൽ മരുന്നുകളോട് പ്രതിരോധശേഷി നേടിയെടുക്കാനോ ശക്തി കൊടുക്കുന്നു. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് വരുന്നത്. കോശങ്ങളെ ബാധിക്കാനുള്ള കഴിവ് നൽകിയ മ്യൂട്ടേഷനിലൂടെ ഡെൽറ്റ കോവിഡ് വൈറസ് അതിവേഗം പകർന്നത്. കോശങ്ങളെ ബാധിക്കാനുള്ള കഴിവ് നൽകിയ മ്യൂട്ടേഷനിലൂടെയാണ് ഡെൽറ്റ കോവിഡ് വൈറസ് അതിവേഗം പടർന്നത്. വാക്സിനുകളെയും പ്രതിരോധശേഷിയെയും മറികടക്കാൻ ഒമിക്രോണിൻ്റെ സ്പൈക്ക് പ്രോട്ടീനിലുണ്ടായ മ്യൂട്ടേഷനും കാരണമായി. ഇപ്പോൾ ഡെൽറ്റ കോവിഡ് വൈറസിലും
ഒമിക്രോൺ എന്ന കോവിഡിൻ്റെ വകഭേദത്തിലും 2 മ്യൂട്ടേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഡെൽറ്റ കോവിഡ് വൈറസിന് എന്ത് കഴിവാണുള്ളത്? കോശങ്ങളെ ബാധിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ഒമിക്രോണിന് എന്ത് കഴിവാണുള്ളത്? വാക്സിനുകളെയും പ്രതിരോധശേഷിയും മറികടക്കാനുള്ള കഴിവുമുണ്ട്. ആ 2 വകഭേദങ്ങളും അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ പഴയ ടെക്സ്റ്റിലൊന്നും ഇല്ലാത്തൊരു പോയിൻ്റ് ആയിരിക്കും ഇത്. മറ്റൊരു എവല്യൂഷണറി ട്രീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും എത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. സെർക്കോപിത്തിക്കോയിഡ എന്ന് പറയുന്നതാണ് കുരങ്ങിൻ്റെ MRC, അതിൻ്റെ തൊട്ട് മുന്നുള്ള ആൻസസ്റ്ററാണ് സെർക്കോപിത്തിക്കോയിഡ. അതുപോലെ മറ്റുള്ള വിഭാഗങ്ങൾ ഗിബൺ, ഒറാങ്കുട്ടൻ, ഗൊറില്ല, ചിമ്പാൻസി, മനുഷ്യൻ എന്നിവരുടെ MRC ആണ് ഹൊമിനോയിഡ. വലിയ മസ്തിഷ്കവും വാലില്ലാത്തവരുമാണ് ഇത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സെർക്കോപിത്തിക്കോയിഡയും ഹോമിനോയിഡയുടെയും കോമൺ ആൻസസ്റ്ററാണ് ആന്ത്രോപോയിഡിയ. അതിൻ്റെ മുന്നത്തെ ഏറ്റവും ആദ്യമുള്ള LUCA ആണ് പ്രൈമേറ്റുകൾ. നമ്മൾ നേരത്തെ കണ്ടില്ലേ LUCA, ലൂക്ക, ഏറ്റവും ആദ്യത്തെ പൊതുപൂർവികൻ, അതാണ് പ്രൈമേറ്റുകൾ. ഇനി മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മസ്തിഷ്ക വലുപ്പം വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്. സെഹലാന്ത്രോപ്പസ് ചാഡൻസിസ്, ഇത് മനുഷ്യ പരിണാമത്തിലെ ആദ്യത്തെ കണ്ണിയാണ്. അതിൻ്റെ മസ്തിഷ്കത്തിൻ്റെ വലുപ്പം 350 cm³ ആണ്. ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആസ്ട്രലോപിത്തിക്കസിൻ്റെ മസ്തിഷ്കത്തിൻ്റെ വലുപ്പം 450 cm³ ആണ്. ഹോമോ ഹാബിലിസിൻ്റെ 600 cm³, ഹോമോ ഇറക്ടസിൻ്റെ 900 cm³ ആണ്. ഹോമോ നിയാൻഡർതാലൻസിസിന് 1450 cm³ ആണ്. ഹോമോ സാപ്പിയൻസിൻ്റെ 1350 cm³. മനുഷ്യൻ അഥവാ ഹോമോ സാപ്പിയൻസിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ പൂർവികനെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഹോമോ നിയാൻഡർതാലൻസിസ്. അടുത്തത് മനുഷ്യരിലെ നാഡീവ്യവസ്ഥ എന്നുള്ളൊരു ഭാഗമാണ്. ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂറോണുകൾ ഇതെന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ. ഇവ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ്. അതിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സ്ട്രക്ചറാണ്. നടുക്ക് കാണുന്നത് കോശശരീരം, ഇത് ഡെൻഡ്രോൺ, അതിൻ്റെ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ ഡെൻഡ്രൈറ്റ്, ഈ നീളമുള്ള ഈ ട്യൂബാണ് ആക്സോൺ, അതിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്, അതിൻ്റെ ഏറ്റവും അറ്റത്ത് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിൽ നിന്നാണ് അടുത്ത ഒരു ന്യൂറോണിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നത്. ഈ സിനാപ്റ്റിക് നോബിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറത്തു വരുന്നു. അസറ്റൈൽ കൊളൈൻ, ഡോപ്പാമൈൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് നോബിൽ നിന്നും പുറത്തു വരുന്നു. അത് അടുത്ത ഒരു ന്യൂറോണിലേക്ക് ആ രാസസന്ദേശം കൈമാറ്റം ചെയ്യുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് താഴെ എഴുതിയിട്ടുണ്ട്. നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. പിന്നെ പറയുന്ന സിനാപ്റ്റിക് നോബ്, ഇതിൽ തൊട്ടടുത്ത നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ, ഉദാഹരണത്തിന് അസറ്റൈൽ കോളിൻ അടങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. ഈ ഒരു ഒറ്റ ടൈപ്പുള്ള നാഡീകോശങ്ങളല്ലേ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. എന്നാൽ അത് മാത്രമല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നാഡീകോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. 5 തരത്തിലുള്ള നാഡീകോശങ്ങളെക്കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എപ്പൻഡൈമൽ കോശം, ഒലിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ്. ഇതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ന്യൂറോൺസ് ആണ്, നാഡീവ്യവസ്ഥയിലെ കോശങ്ങളാണ്. എപ്പൻഡൈമൽ കോശം, ഒലിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ്. ഇതിലേതെങ്കിലും 3 തന്നിട്ട് മറ്റൊരു കോശവും തന്നിട്ട് നാഡീവ്യവസ്ഥയിലെ കോശങ്ങളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ് പറയുന്നത് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്നാണ്. ഈ 5 ഇതിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും പകുതിയിലധികം ഈ നേരത്തെ കാണിച്ച ഈ ചിത്രം 2.1 കാണിച്ച കോശങ്ങളാണ് ഉള്ളത്. ഇവയാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. വിഭജനശേഷിയുള്ള ഈ കോശങ്ങൾക്ക് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനോ സന്ദേശങ്ങളെ കടത്തിവിടാനോ കഴിവില്ല. ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ വിവിധ ധർമ്മങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം എത്തിക്കുന്നു, മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു,
പ്രതിരോധ കോശങ്ങളായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെയാണ് ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ ധർമ്മം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എന്താണെന്നറിയില്ല, ഫോണൊന്ന് സ്റ്റക്കായിപ്പോയി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.